ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ. അപ്പൊ അവിടെ പോയി ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്ത് ഉത്തരം കിട്ടപ്പെടുമെന്ന് പറയപ്പെടുന്ന ഏതാനും മുഴുവൻ സ്ഥലങ്ങളും നമുക്ക് എത്തിപ്പെടാവുന്ന അറിയാവുന്നിടത്തോളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി ആരോഗ്യമുണ്ട്, സ്വയം അധ്വാനത്തിന്റെ ഫലമായി ആരെ ആശ്രയിക്കാതെ പോകാനുള്ള കാശുണ്ട്, കൂട്ടൊന്നും കൂടാതെ ഹജ്ജിന് പോയി. അവിടെ കിട്ടിയ സമയം മുഴുവൻ ഹജ്ജിൽ പങ്കെടുത്തോടൊപ്പം ഈ ഒരൊറ്റ ലക്ഷ്യം, സിറാത്തുൽ മുസ്തഖീമിൽ എത്തിക്കണേ പടച്ചവനെ. ആ സിറാത്തുല്ലദീന അൻഅംത അലൈഹിമാകുന്ന അത് പ്രാപിച്ച് മരിക്കണം. അവർക്ക് മാത്രമേ രക്ഷയുള്ളൂ, സ്വർഗത്ത് പോകാൻ കഴിയുള്ളൂ. അതിനുവേണ്ടി നിരന്തരം ആ സമയം മുഴുവൻ പ്രാർത്ഥിച്ചു. ചുരുക്കം പറയാണ്, അവിടുന്ന് വന്നു. പോകുമ്പോ ഞാൻ ഇവിടെ ദുബായിലേക്ക് കുറെ ആൾ ഇവിടെ പീ കൊടുത്ത് എന്നെ അറിഞ്ഞിട്ടുണ്ടാവും, എനിക്കറിയാം. ഞാൻ ദുബായിൽ പള്ളിയിലെ ഇമാമും ഖത്തീബും മാത്രമായിരുന്നില്ല, ഞാൻ അവിടെ അറിയപ്പെടുന്ന ഒരു വ്യാപാരി കൂടിയായിരുന്നു പോകുന്ന അവസരത്തിൽ. പിന്നീട് തിരിച്ചു വന്നതിന് ശേഷം വ്യാപാരങ്ങൾക്കെല്ലാം മാന്യം സംഭവിച്ചു. എനിക്ക് താല്പര്യമില്ലാതായി. എന്റെ മനസ്സ് ഈ പ്രബോധനത്തേക്ക് നീങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഇങ്ങനെ അടിച്ചു. വന്ന് പെട്ടെന്ന് എങ്ങനെ ഒരു മാറ്റണം മാറണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ കുടുങ്ങി. കുറെ കാലം ഈ വേദമൊക്കെ പറഞ്ഞ് നടന്നല്ലേ, മൊയ്ലിയരായി കിട്ടിയല്ലേ, എന്തേ മൊയ്ലിയർ ജോലിക്കോലൊക്കെ മറുപടി പറഞ്ഞ ആളോട് നാട്ടിലും ജോലി. അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്ന് എന്റെ മൂത്ത മകളെ കല്യാണം ചെയ്ത് കൊടുത്തിരിക്കുന്നത് ചെറിയ കുട്ടിയായപ്പോൾ 11 വയസ്സിലായതൊക്കെ ഇത്. ഇപ്പത്തെ കാലമല്ല, അത് കുറച്ച് മുമ്പാണ്. അത് ഈ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പാണ്ഡിത്യം, സ്വഭാവം, ദീനൊക്കെ വേണമെന്നൊരു പാരമ്പര്യം കുടുംബമൊക്കെ നോക്കിയിട്ട് നിങ്ങളെല്ലാവരും അറിയപ്പെടുന്ന ചെറുശോല കുഞ്ഞഹമ്മദ് മുസ്ലിയാർക്ക് 2 ആമക്കളുള്ള ചെറുശോല എന്നറിയപ്പെടുന്ന കുഞ്ഞഹമ്മദിന്റെ മൂത്ത മോനാണ്. 4 പെൺകുട്ടികളെ മൂത്ത കുട്ടിനെ കിട്ടിയില്ല. മൂത്ത പെൺകുട്ടിയല്ല, ആൺകുട്ടികളെ താഴെ പെൺകുട്ടികൾ. അപ്പൊ അത് ആ നിക്കാഹ് ചെയ്ത് കൊടുത്ത് 2-3 കഴിഞ്ഞ ദിവസം 10-14 ദിവസമായിട്ടാണ് കൂട്ടിയാച്ച്. വേറെ കുട്ടികളുണ്ട് അവർക്ക്. അപ്പൊ AP സുന്നികളിലേക്കാണ് പിന്നെ അവസാനം ഉണ്ടായത്. ആബ്സെന്റായിട്ടാണ് മരിച്ചത്. അവരെ മുഫ്തിയായിരുന്നു, അവർ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, അവരെല്ലാം ആയിരുന്നു മരിക്കുന്ന ആവശ്യം വെച്ചിട്ട്. ആദ്യം ധാരണ മൂല്യമായിട്ട് അറിഞ്ഞു ദിവസമൊക്കെ ആയിട്ട്. പിന്നെ എങ്ങനെയായി? അയാളാണ് ഈ എന്റെ മാളെ മൂത്താളെ കിട്ടിയത്. 2 കുട്ടി അവർ തന്നെ സന്തോഷമായിട്ട് കഴിഞ്ഞുകൊള്ളു. 5 ആമക്കും 2 കുട്ടികളുണ്ട്. 2ാമത്തെ കുട്ടിയെ താഴെയുള്ള കുട്ടിനെ കെട്ടിക്കാനായപ്പോൾ എന്റെ ഭാര്യമാരും 2 ഭാര്യമാർക്ക് പറയാൻ വയ്യ. അവർ 2ആളും പണ്ഡിത കുടുംബത്തിലുള്ള ആളുകൾ തന്നെയാണ്, മൊയ്ലിയാമാരുടെ മക്കളാണെന്ന് അർത്ഥം. അങ്ങനെ 2ാമത്തെ കുട്ടിയെ ഒരു മൊയ്ലിയാർക്ക് തന്നെ കിട്ടണമെന്ന് ഉദ്ദേശിച്ചുകൂടി നമ്മൾ സുന്നി ആശയത്തിൽ പറയപ്പെടുന്ന മൊയ്ലിയാർ കാണിച്ചത് ഉസ്താദായ സൈനുദ്ദീൻ മുസ്ലിയാരോട് തന്നെ ആ വിവരം പറഞ്ഞു. എനിക്ക് ദീനും സ്വഭാവവും കുടുംബ പാരമ്പര്യം എല്ലാം കൂടിയുള്ള ഒരു നല്ല മൊയ്ലിയാറിനെ കിട്ടണം എന്ന് പറഞ്ഞു. അത് ആരാണെന്ന് അറിയുണ്ടെങ്കിൽ അറിയിച്ചു തന്നാരക്കല്ല എന്ന് നമ്മുടെ സന്തോഷ താല്പര്യത്തോടെ പറഞ്ഞു. നമ്മളെ കാടൂരിന്റെ മകൻ അബ്ദുൽ വഹാബിന്റെ ഒരു കുട്ടീന്റെ മുഹമ്മദ് മുസ്ലിയാർ എന്ന നല്ലോണം കിട്ടാവുന്ന ആളാണ്. ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഞാൻ എന്റെ തോതിപ്പോയവർ ഓരോ കവച്ചക്ക അങ്ങനത്തെ നല്ല കുട്ടിയാണ്. കുടുംബ പാരമ്പര്യമുണ്ട്. ഫൽഫരി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ മകളെ കുട്ടിയാണ്. കാടേരിന്റെ പേരക്കുട്ടിയാണ്. കുടുംബം എല്ലാം നിറവാണ്, വാക്കവിയാണ്. അങ്ങനെ അദ്ദേഹത്തെ പുതിയാപ്പിളായി 30 പരിചയപ്പെടുത്തുന്നു. അങ്ങനെ 30 തന്നെ ഇടപെട്ടു. അവർ കല്യാണം വലിയ കല്യാണം. 30 കല്യാണത്തിന് ആ വാപ്പ അബ്ദുൽ വഹാബ് മുസ്ലിയാർ മരിച്ചുപോയി. അയാളും അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആളും കൂടി പൊരയ്ക്ക് വരികയാണ്. ഇപ്പൊ എന്റെ വാപ്പ ഞങ്ങളെ വീട്ടില് ചെറിയ ഒരു അത് പറയാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്റെ കാര്യം പറയണം. നിങ്ങൾക്ക് എന്നെ പരിചയപ്പെടണ്ടേ, സംഗമത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട് ഞാൻ ആര് എന്ത് എങ്ങനെയൊന്നും അറിയണ്ടേ. അപ്പൊ അദ്ദേഹം എന്റെ പുരയിൽ എന്ത് കാര്യം നടന്നാലും വാപ്പാക്ക് സൈനുദ്ദീൻ മുസ്ലിയാർ എന്ന വാപ്പാടെ സ്നേഹിതനായ പണ്ഡിതനായ മഹാനായ അദ്ദേഹത്തിന് സാന്നിധ്യം ഇല്ലാതെ നടക്കൂല. ഇവർ ഈ ആവശ്യം വന്നപ്പോഴും മൊയ്ലിയാരെ കൂട്ടിക്കൊണ്ടാൻ പറഞ്ഞു. അപ്പൊ അന്ന് കേക്കേപ്പുറത്താണ് മുസ്ലിയാർ ഉസ്താദിന്റെ ദർസ്. കേക്കേപ്പുറത്ത് ചെന്ന് കേക്കേപ്പുറത്ത് പള്ളി കണ്ടെത്താനെടുത്ത് അവിടെ ചെന്ന് മൂപ്പരെ കൂട്ടിക്കൊണ്ടാൻ വേണ്ടി ചെന്നപ്പോ ഞായറാഴ്ചയാണ് അന്നേ വന്നിട്ടുണ്ടാവുള്ളൂ എനിക്കറിയാം. പക്ഷേ വാപ്പ അറിഞ്ഞുകൊണ്ട് ഞാൻ നിർബന്ധിതനായിട്ട് പോയതാണ്. ചെന്ന് മൂപ്പരനെ കണ്ടു തൊണ്ടനക്കി തുടങ്ങി ദർസ് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ വന്ന് ദർസാരെന്നെ വിളിച്ചു. എന്താ വെച്ചു, ഇങ്ങനെ ഈ ആൾക്കാർ വന്നിട്ടുണ്ട്, വാപ്പം കൂടി എല്ലാം പറഞ്ഞു. മൂപ്പര ദർസാ നിർത്തിയാതെ എന്നെ എന്റെ വണ്ടിയില്ലേ, വണ്ടി കയറി. നിങ്ങൾ ഇവിടെ നാളെ ശ്രദ്ധിച്ചോളി. വണ്ടി കയറിയ ശേഷം ഞാൻ ഗൾഫിൽ നിന്ന് വന്നാണ്. എന്നോട് യാതൊരു താല്പര്യക്കുറവ് എന്നോട് കള വേണ്ടേ.
വണ്ടി കയറി ഉള്ള ചോദിച്ചു, അല്ലടാ ഈ വഹാബി ആയിക്കണമെന്ന് കേൾക്കുന്നുണ്ടല്ലോ ഇവിടെ കേട്ടോളി, ഈ വഹാബി ആയിരിക്കണമെന്ന് ഇവിടെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു അതെനിക്ക് അറിഞ്ഞുകൂടാ, വഹാബി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ആളുകളൊക്കെ എന്താ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, വണ്ടിയോടക്ക് പോലല്ലേ, വണ്ടിയിലല്ലേ, അപ്പൊ വേറെ ആളില്ല, വേറെ ഒന്നാണ്ട കുട്ടികളെ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഞാന് അല്പം ഈ സ്വഭാവത്തിൽ വരാൻ കാരണം നിങ്ങളെ കുഴിപ്പുറത്ത് ദിവസമാണ്. എന്റെ വാപ്പിങ്ങുള്ള സുഹബത്തും ഞങ്ങൾ കുടുംബപരമായിട്ടുള്ള ബന്ധുവാണ്. അതിനെല്ലാം ഞാൻ അങ്ങേയറ്റം കടപ്പെട്ട ആളെന്ന് ബോധ്യത്തോടു കൂടി തന്നെ ഞാൻ പറയട്ടെ, ഞാൻ ഗൾഫിലെത്തിയതിനു ശേഷം മഹീഷത്തിന്റെ കാര്യം മാത്രം ആഗ്രഹിച്ചും അതിന് തേടി ചെറിയ മാത്രമല്ല ഞാൻ പോയിരുന്നത്. അവിടെ എങ്ങനെയൊക്കെ തട്ടിക്കൂടി ജീവിക്കാൻ ഞാൻ പഠിച്ച ആളാണ്. പക്ഷേ ഇസ്ലാമിന്റെ ഒരു യഥാർത്ഥ സ്വഭാവം ലോക മുസ്ലിങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കണമെന്നുകൂടി, അതിന്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കണമെന്നുകൂടി എന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെയുള്ള എല്ലാ മുസ്ലിം രാജ്യങ്ങളിൽ വരുന്ന പണ്ഡിതന്മാരായിട്ടും അറിയപ്പെടുന്ന മഹാന്മാരൊക്കെ ആയിട്ട് എനിക്ക് ബന്ധപ്പെടാനും ഈ ദീൻകാര് ചോദിച്ചു മനസ്സിലാക്കാനൊക്കെ അവസരം കിട്ടി. അങ്ങനെ ഞാൻ അവരെല്ലാം അവസരം കിട്ടിയപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി ബോധ്യപ്പെട്ട് മനസ്സിലാക്കുക, പ്രാർത്ഥന ഇബാദത്താണ്, അത് അല്ലാഹു അല്ലാത്തവർ ഒരിക്കലും ആയിക്കൂടാ, അഥവാ ആയാൽ അത് തൗഹീദിന് വിരുദ്ധമാണ് എന്ന് ഞാൻ പഠിച്ചു. എനിക്കത് ബോധ്യപ്പെട്ടു. അങ്ങനെ ഞാനത് സ്ഥിരീകരിച്ചു പല വിധത്തിൽ, ഇനി ആവർത്തിക്കുന്നില്ല. അതിനുശേഷം അത് യഥാർത്ഥമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്ന കേൾക്കുന്ന ആളുകളോട് ഞാനത് പറയുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്, എല്ലാം ശ്രദ്ധിക്കുകയും, രണ്ടാമതായി എന്റെ കാര്യം, നമ്മള് ഇബാദത്ത് ചെയ്യുന്നത്, അമല് സാലിഹാത്തുകൾ നിർവഹിക്കും നമ്മളെല്ലാവരും ആഖിറത്തിൽ രക്ഷ കിട്ടാനാണല്ലോ. ഉസ്താദിനോട് ഞാൻ പറയാണ്, ആഖിറത്തിൽ രക്ഷ കിട്ടണം. നന്മ തിന്മകൾ കൃത്യമായ ഒരു മീസാനിട്ട് തൂക്കിയിട്ട് ആ നന്മ മുന്തിയവരമാണല്ലോ അവിടെ രക്ഷപ്പെടുത്തുക. രക്ഷയിലും തൃപ്തികരമായ ജീവിതത്തിലൊക്കെ ആയിത്തീരുക. മറ്റൊന്നും അവിടെ ഒരു പരിഗണന അവിടെ ഇല്ല. ഭാഷ, ദേശോ, നാടോ, വീടോ, കുടുംബമോ ഒന്നുമില്ല. നന്മ തിന്മകൾ മീസാനാകുന്ന തുലാസിട്ട് തൂക്കപ്പെട്ട് നന്മ മികച്ച ആളുകൾ സ്വർഗാവകാശികൾ. അവൻ ഏത് കുടുംബക്കാരനാവട്ടെ, ഏത് നാട്ടുകാരനാവട്ടെ, ഏത് ഭാഷക്കാരനാവട്ടെ, അവ ഒറ്റൊരു പരിഗണനയില്ല. അതല്ലേ അവിടുത്തെ തീരുമാനം. മുപ്പര് നമ്മൾ സംസാരിക്കുകയാണ്, അത്ര വിശദീകരണം അല്ലെങ്കിൽ മുപ്പര് ആവശ്യമില്ല, അങ്ങനെ വിശദീകരിക്കേണ്ട വലിയ ആളല്ലേ. അപ്പൊ അത് തിന്മ, അത് നന്മ കുറഞ്ഞു പോയാൽ, സത്യയിലല്ലാതെ വന്നാൽ തിന്മയുടെ തുലാസാണ് ഘനം കൂടിപ്പോയെങ്കിൽ നരകത്ത് പോകേണ്ടി വരും. ആരായാലും ഇതല്ലേ ശരി. എന്നാൽ നന്മയുടെ, നല്ല ശ്രദ്ധിച്ചോളി, നന്മയുടെ തുലാസിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ, ഇബാദാത്തുകൾ കേറുകയും നമുക്കവിടെ തൂക്കം ലഭിക്കുകയും ചെയ്യണമെങ്കിൽ ഇന്നിവിടെ പൊതുവെ പല ഷർത്തുകളും ഫർളുകളൊക്കെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതിന് പുറമെ അസാസിയായ അടിസ്ഥാനപരമായിട്ട് 2 ഷർത്തും കൂടി വേണം എന്ന് ഞാൻ മനസ്സിലാക്കി. ഈ പണ്ഡിതന്മാരും മറ്റ് ഇന്ത്യക്കുള്ള വിവരവും പണ്ഡിതന്മാരിൽ ബന്ധപ്പെട്ടും ചർച്ച ചെയ്തൊക്കെ കിട്ടിയ അല്പം അവർ കിട്ടാൻ ഭാഗത്ത് നോക്കി മനസ്സിലാക്കാനുള്ള വിവരം എനിക്കുണ്ട്, നോപ്പർക്ക് അറിയാം. അപ്പൊ അതെല്ലാം കൂടി വെച്ചുകൊണ്ട് ഞാനത് മനസ്സിലാക്കി. അതെന്താ? അപ്പൊ ഞാൻ പറഞ്ഞു, അതായത് ഇതുവരെ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നമ്മളും പഠിപ്പിക്കലുണ്ട്, പഠിച്ചവരുണ്ട്. ഒരു കാര്യം നല്ല ശ്രദ്ധിച്ചോളൂ, നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടി ഞാൻ മനസ്സിലാക്കിയൊരു ഇസ്ലാഹിനോട് എന്തെങ്കിലും ബന്ധം പുലർത്തിയ ആളുകളായിരിക്കും ഈ കടന്നു വന്നിട്ടുണ്ടാവുക. ഒരു ബന്ധം ഒന്നുകിലോ അതായവര്, അല്ലെങ്കിൽ ആകെ ആഗ്രഹിക്കുന്നവര്, അല്ലെങ്കിൽ എത്തിപ്പെട്ടവരൊക്കെ ആയിരിക്കും. അവരൊക്കെ എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അള്ളാഹുവിങ്കൽ മീസാനുൽ ഹസനാത്തിൽ ആ അമലിന് തൂക്കം കിട്ടണമെങ്കിൽ അടിസ്ഥാനപരമായി 2 ഷർത്ത് അത്യാവശ്യമാണ്. നമ്മൾ ഈ പറഞ്ഞും പഠിച്ചും കൂടാതെ സാധാരണ പഠിപ്പിക്കും കൂടാതെ. അതെന്താ? 1 ഇഖ്ലാസ് വേണം, 2 ഇത്തിബാഉം വേണം. മനസ്സിലാക്കുക. ഇഖ്ലാസ്, അള്ളാഹുവിന് കീഴ്പ്പെട്ട് അവന്റെ പ്രീതി മാത്രമായിരിക്കണം ആ അമല് കൊണ്ട് ലക്ഷ്യം. അതാണ് ഇഖ്ലാസ്. മറ്റൊരു ഉദ്ദേശം ഉണ്ടാകാൻ പാടില്ല. ഇത്തിബാഅ്, അതിന് നബിയിൽ നിന്നൊരു മാതൃകയും വേണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാക്കി അയച്ചിരിക്കുന്ന ആ മുഹമ്മദ് നബി മാതൃകയായിട്ട് കാണിച്ചു തരണം. വാക്കാല വിചാരത്താലാക്കിയ ഏതോ സ്വഭാവത്തായിട്ട് മുഹമ്മദ് നബി ഇത്തിബാഅ് വേണം, മാതൃക വേണം. ഈ 2 സ്വഭാവം ഒരുപോലെ ഒത്തിണങ്ങിയിട്ടില്ലെങ്കിൽ
അല്ലാത്ത അത്തരത്തിലുള്ളതല്ലാത്ത ഒരു ഇബാദത്ത് കൊണ്ടും ഒരു പ്രയോജനവും ആഖിറത്തിൽ ലഭിക്കൂല, നന്മയുടെ ദലാസുകെട്ടിലത് കയറൂല എന്ന് ഞാൻ ഇന്നെ കേൾക്കുന്നവരോടും ഇന്നെ അനുസരിക്കുന്നവരോടും പറയുന്നുണ്ട്. മനസ്സിലാക്കി തരാം. വിശദീകരിച്ച 5 മിനിറ്റ് കൊണ്ട് ജോലി പറഞ്ഞാലും ഇഖ്ലാസും ഇത്തിബാഉം, ഒന്ന് ആ ചെയ്യുന്ന ആരാധന പടച്ചമ്പുരാന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അവന് കീഴ്പ്പെടുക എന്ന ഒരേ ലക്ഷ്യം, അവന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാവുക. രണ്ടാമത് ഇത്തിബായ നബീന, അതിന് മാതൃകയുണ്ടാകുക. ഇതില്ലാത്ത, ഇത് രണ്ടും ഒരുപോലെ പൂർണ്ണമോ അല്ലാത്ത ഒരു അമലും പരലോകത്തിൽ മീസാൻ ഹസനാത്തിൽ കയറാനുണ്ടാവൂല, ഫലപ്പെടൂല എന്ന് ഞാൻ മനസ്സിലാക്കി. അത് ഞാൻ പറയുന്നു, പറഞ്ഞാൽ കേൾക്കുന്നവരോട് ഞാൻ ഉപദേശിക്കുന്നു. ഇതല്ലാത്ത ഒരു വഹാബിയത്തും എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഈ മനസ്സിലാക്കിയ കാര്യങ്ങള് 3 ആദ്യം വന്ന് പ്രാർത്ഥന ഇബാദത്താണ്, അത് തൗഹീദിന് വിരുദ്ധാണ്. മുഹമ്മദ് നബിയാൽ പ്രബോധനം ചെയ്യപ്പെട്ട തൗഹീദിന് വിരുദ്ധമാണ് അല്ലാഹു അല്ലാതെ പ്രാർത്ഥിക്കുക എന്നുള്ളത്. അത് ഇബാദത്താണ്. അത് അല്ലാഹു അല്ലാത്തവരായിക്കഴിഞ്ഞാൽ ശിർക്ക് ഞാൻ മുമ്പോട്ട് പറഞ്ഞിട്ടില്ല, തൗഹീദിന് വിരുദ്ധമാണ് എന്നും നമ്മൾ ഹസനാത്ത് മീസാനിൽ കയറി നമുക്ക് ഗുണം കിട്ടണമെങ്കിൽ ഇഖ്ലാസും ഇത്തിബാഉം എന്ന അടിസ്ഥാനപരമായ അസാസിയായ 2 ഷർത്തുകൾ അത്യാവശ്യമാണെന്നും ഞാൻ മൂപ്പര് ധരിപ്പിച്ചു. ഇത് വേണ്ട, നീ മനസ്സിലാക്കിയ 3 കാര്യം ശരിയല്ല, ഇങ്ങനല്ല ഇതിന്റെ യഥാർത്ഥം എന്ന് ഇവിടുന്ന് കാര്യകാരണ സഹിതം പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ അതിനെപ്പറ്റി പരിചിന്തനം ചെയ്യാം. മടങ്ങണ്ടെന്നോ ഒന്നും പറഞ്ഞില്ല, അതിനെപ്പറ്റി ചിന്തിക്കാം. കാര്യകാരണ സഹിതം ബോധ്യപ്പെടുമാറ് മനസ്സിലാക്കി തരണം. ഇത് അല്ലാത്ത ഒരു വഹാബിയത്തും എനിക്കറിയില്ല. അപ്പോഴേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി എന്റെ വീട്ടിലെത്തുന്നു. അവിടെ ചെന്ന് വിഷയം അവിടെ നിർത്തി ആ ചെന്ന കാര്യത്ത് സംസാരിച്ചു, അതിലിടപെട്ടു. പിന്നെയും ഞാൻ ഉസ്താദ് എന്ന നിലയിൽ പല ബന്ധം കൊണ്ടും പിന്നെ ഞങ്ങളായിട്ടുള്ള ബന്ധം അറിയുന്നവർക്കൊക്കെ അറിയാം, അദ്ദേഹമായിട്ട് ബന്ധം പുലർത്തിക്കൊണ്ടേയിരുന്നിനും ഏതുവരെ ആ ബന്ധം ഉലച്ചിലില്ലാതെ തുടർന്നിരുന്നു. അദ്ദേഹത്തിന് സ്വഭാവം അവസാനം മാറിയല്ല, ഗ്രൂപ്പിലേക്ക് തിരിഞ്ഞതിന്റെ മുമ്പ് ശേഷം. ആദ്യം ഗ്രൂപ്പില്ലാതെ ഇങ്ങനെ മധ്യനിലയിൽ നിന്നിരുന്നു. ഇതിന് ഗ്രൂപ്പിലേക്ക് ചാരിയ ശേഷം അല്പം മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനിപ്പറഞ്ഞ കാര്യങ്ങൾക്ക് മരിക്കുന്നവരെ എന്നോട് അദ്ദേഹം ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ് മനസ്സിലായിട്ടില്ല എന്നും പറഞ്ഞില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. ഇതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു മൗനാനുവാദം പോലെ എന്നോട് ആ വിഷയം പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങൾ എന്നോട് ബന്ധപ്പെടരുത്, സലാം പറയരുത്, വരരുത്, കാണരുത്, ആ ബന്ധം അതുമില്ല. ആ പഴയ ബന്ധം തന്നെ ചെറിയ വ്യത്യാസത്തോടെ തുടർന്നിരുന്നു ഗ്രൂപ്പിലാവുന്നവരെ. ഗ്രൂപ്പിലായ ശേഷം എപ്പോൾ ചെല്ലുമ്പോഴും ബന്ധപ്പെടാൻ ചെല്ലുമ്പോഴൊക്കെ ഗ്രൂപ്പിന്റെ ആളുകൾ ഉണ്ടാവും. ഞാനാണെങ്കിൽ മുജാഹിദ് എന്ന ചെറിയൊരു പേരിങ്ങനെ അറിയപ്പെട്ടില്ല. അതിന്റെ പേരിൽ മാത്രം ഒരു ചെറിയ അവരെ മുമ്പിൽ ചെന്നത് വലിയ സൗമ്യമായിട്ട് ബന്ധപ്പെടാൻ പറ്റൂല്ലോ. അതല്ലാത്ത ഒന്നും ഉണ്ടായിട്ടില്ല. ഇതാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടതിന്റെ അവസ്ഥ. ഞാൻ പിന്നെയും ഗൾഫിൽ പോയി ഒറ്റ വ്യക്തികളെ വിളിച്ചു കൂട്ടി ഈ യഥാർത്ഥമായ തനതായ ഇസ്ലാമിന്റെ സ്വഭാവം എനിക്കറിയുന്ന പോലെ മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ കുറെ ആളുകളെ അല്ലാഹു തആല സ്വീകരിച്ച് മഖ്ബൂലായി മബ്റൂറായി സ്വീകരിച്ച് എനിക്കും അവർക്കും ഫലപ്പെടുത്താൻ കുറെ ആളെങ്ങനെ ഈ വഴിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് വ്യക്തികൾ. അതിന്